നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വോട്ടർ പട്ടിക ക്രമക്കേട് സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചും വിവാദം പുകയുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായി ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലേക്ക് വോട്ട് മാറ്റിച്ചേർത്തത് നിയമവിരുദ്ധവും ക്രിമിനൽ ഗൂഢാലോചനയുമാണെന്ന് ചൂണ്ടിക്കാണിച്ച കെപിസിസി രാഷ്ട്രീയകാര്യ സമിതി അംഗം ടി.എൻ. പ്രതാപൻ പോലീസിൽ പരാതി നൽകി. കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ബഹളം. ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലെ പഴയ കെട്ടിടം സംബന്ധിച്ച ചർച്ചയാണ് തർക്കത്തിനും ബഹളത്തിനും വഴിയൊരുക്കിയത്. സുഭിക്ഷ ഹോട്ടലുകളിലെ ഉച്ചഭക്ഷണ നിരക്ക് 20 രൂപയായി നിലനിർത്താനും നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ ധനസഹായം നൽകാനും കൌൺസിൽ തീരുമാനം. ഭാര്യ സഹോദരിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കഴിഞ്ഞ ഡിസംബറിൽ ആർത്താറ്റ് സ്വദേശിയായ വീട്ടമ്മയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ മുണ്ടത്തിക്കോട് പുതുരുത്തി പട്ടുകുളങ്ങര കണ്ണനെയാണ് ആര്യമ്പാടം സ്കൂളിനടുത്തുള്ള വനത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സിസിടിവി സീനിയർ റിപ്പോർട്ടർ ഹരി ഇല്ലത്തിനെ ആക്രമിച്ചതുൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പോർക്കുളം സ്വദേശിയെ കാപ്പ നിയമപ്രകാരം ജയിലിൽ അടച്ചു. നെന്മണിക്കര വീട്ടിൽ 28 വയസ്സുള്ള ശ്രീജിത്ത് എന്ന അടുപ്പു ശ്രീജിത്തിനെയാണ് കുന്നംകുളം പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 6 മാസത്തേക്ക് ജയിലിൽ അടച്ചത്. ആഘോഷത്തിന്റെ അലയൊലി അടങ്ങും മുൻപേ പ്രിയപ്പെട്ടവരെ കണ്ണീരിലാഴ്ത്തി പുഷ്പ ഓർമ്മയായി. ഞായറാഴ്ച കാണിപ്പയ്യൂരിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച കൂനമൂച്ചി കൂത്തൂർ ആന്റണിയുടെ ഭാര്യ പുഷ്പയ്ക്ക് നാട് കണ്ണീർ യാത്രാമൊഴിയേകി. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായി ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലേക്ക് വോട്ട് മാറ്റിച്ചേർത്തത് നിയമവിരുദ്ധവും ക്രിമിനൽ ഗൂഢാലോചനയുമാണെന്ന് ചൂണ്ടിക്കാണിച്ച കെപിസിസി രാഷ്ട്രീയകാര്യ സമിതി അംഗം ടി.എൻ. പ്രതാപൻ പോലീസിൽ പരാതി നൽകി. തിരുവനന്തപുരത്ത് സ്ഥിരതാമസക്കാരനായ സുരേഷ് ഗോപി വ്യാജ സത്യപ്രസ്താവന ഉൾപ്പെടെ ബോധിപ്പിച്ച നിയമവിരുദ്ധ മാർഗത്തിലൂടെയാണ് തൃശൂർ നിയമസഭാ മണ്ഡലത്തിലെ 115 നമ്പർ ബൂത്തിൽ വോട്ട് ചേർത്തത്. ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് സ്ഥിരതാമസക്കാരനായ വ്യക്തിക്ക് മാത്രമേ ആ ബൂത്തിൽ വോട്ട് ചേർക്കാൻ സാധിക്കുകയുള്ളൂ. പതിറ്റാണ്ടുകളായി സുരേഷ് ഗോപിയും കുടുംബവും തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിലെ ശാസ്തമംഗലം ഡിവിഷനിലെ 22/1788 എന്ന വീട്ടുനമ്പറിൽ സ്ഥിരതാമസക്കാരാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ ശാസ്തമംഗലം ഡിവിഷനിൽ അദ്ദേഹത്തിന്റെയും കുടുംബാംഗങ്ങളുടെയും പേരുകൾ അദ്ദേഹം കേന്ദ്രമന്ത്രിയായതിനു ശേഷം നടന്ന റിവിഷനിലും അതേപടി തുടരുന്നു എന്നത് അദ്ദേഹം നടത്തിയ കൃത്രിമത്തിന് തെളിവാണ്. സുരേഷ് ഗോപി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായിട്ടാണ് 115 നമ്പർ ബൂത്തിൽ ഏറ്റവും അവസാനമായി വോട്ട് ചേർത്തത്. വോട്ട് ചേർക്കുമ്പോൾ സ്ഥിര താമസക്കാരനാണെന്ന രേഖയും സത്യപ്രസ്താവനയും രേഖയും നൽകണം. ശാസ്തമംഗലം ഡിവിഷനിൽ സ്ഥിര താമസക്കാരനായ സുരേഷ് ഗോപി തൃശൂരിൽ നൽകിയ സത്യപ്രസ്താവനയും രേഖയും സത്യമല്ലെന്ന് ഇതോടെ തെളിഞ്ഞിരിക്കുകയാണ്. 6 മാസം ഇവിടെ താമസിച്ചിട്ടില്ല. 6 മാസത്തിന് ശേഷമുള്ളതാണ് വോട്ടർ പട്ടിക പേര് ചേർത്തത്. ഫൈനൽ വോട്ടർ പട്ടിക വന്ന് സപ്ലിമെൻ്ററി ലിസ്റ്റിലാണ് സുരേഷ് ഗോപിയുടെ പേര് വോട്ടറായി വരുന്നത്. അതേ ഉൾപ്പെടെ 14 പേരുടെ കുടുംബാംഗങ്ങളുടെ പേര്, 11 കുടുംബാംഗങ്ങളുടെ പേര്. അപ്പോൾ ഇത് വ്യാജ സത്യവാങ്മൂലമായിരുന്നു. വോട്ടർ തുടർച്ചയായി 6 മാസം അതേ റെസിഡൻസിൽ താമസിച്ചു എന്ന് കൊടുത്ത വ്യാജ സത്യവാങ്മൂലം മൂലം വോട്ട് ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നോമിനേഷൻ കൊടുത്തത്. തൃശൂരിൽ സുരേഷ് ഗോപി നടത്തിയത് അസത്യ പ്രസ്താവനയാണ്. ഇതേ മാർഗത്തിലൂടെ സുരേഷ് ഗോപിയും സഹോദരനും ഉൾപ്പെടെ 11 പേരുടെ വോട്ടുകളാണ് ഒരേ വിലാസം കാണിച്ച് ഇത്തരത്തിൽ ചേർത്തത്. അതുകൊണ്ടുതന്നെ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചും ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചും സുരേഷ് ഗോപിയും കുടുംബവും ചെയ്തത് ക്രിമിനൽ കുറ്റമാണ്. അതിനർത്ഥം അദ്ദേഹത്തിന്റെ വോട്ട് അസാധുവാണ്, വ്യാജമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ പേരിൽ ക്രിമിനൽ കേസ് എടുക്കണം, വോട്ട് റദ്ദാക്കണം. ഇക്കാര്യത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത വിശദമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് മുൻ MP ടി.എൻ. പ്രതാപൻ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നേരിൽ പരാതി നൽകി. സുരേഷ് ഗോപി സമാനമായ രീതിയിൽ ഇത്തരത്തിൽ മറ്റൊരു കേസിൽ വിചാരണ നേരിടുന്ന പ്രതി കൂടിയാണ്. വ്യാജ സത്യവാങ്മൂലം നൽകി അനർഹനായി വോട്ടർ പട്ടികയിൽ കയറിക്കൂടിയ ഒരാൾക്ക് ജനപ്രതിനിധിയായി തുടരാൻ അവകാശമില്ല. സുരേഷ് ഗോപിയും കുടുംബവും ഉൾപ്പെടെ നിരവധി വ്യാജ വോട്ടർമാരാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കയറിക്കൂടിയത്. ഈ വോട്ടർമാരെ അടിയന്തരമായി നീക്കം ചെയ്യാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണം. ഇത് സംബന്ധിച്ച് പരാതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകും.
DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റിനും AICC അംഗം അനിൽ അക്കരയ്ക്കുമൊപ്പം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ നേരിട്ടെത്തിയാണ് TN പ്രതാപൻ പരാതി നൽകിയത്. ഒരു അപകടം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വോട്ട് ചേർത്തിയ ആളുടെ ഇപ്പോൾ തിരുവനന്തപുരം ശാസ്തമംഗലം ഡിവിഷനിൽ സുരേഷ് ഗോപിയുടെയും കുടുംബാംഗങ്ങളുടെയും വോട്ടുണ്ട്. വ്യാജ സത്യവാങ്മൂലം കൊടുത്ത് വോട്ടർ പട്ടികയിൽ പേര് എൻട്രി ചെയ്ത ആളെ വോട്ട് അസാധാക്കുന്നതോടുകൂടി ആളുടെ പാർലമെന്റ് അംഗത്വം ഇല്ലാതായി മാറും. ഈ കാര്യത്തിൽ ഞങ്ങൾ ക്രിമിനൽ കേസിന് വേണ്ടിയിട്ടാണ് പരാതി കൊടുത്തിരിക്കുന്നത്. അത് പോലീസ് പരിശോധിച്ച് ക്രിമിനൽ കേസ് എടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷൻ എടുത്ത് ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ നിയമപരമായി ഏതറ്റം വരെയും ഈ കേസിൽ ഞങ്ങൾ മുന്നോട്ട്. ഭാര്യ സഹോദരിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കഴിഞ്ഞ ഡിസംബറിൽ ആർത്താറ്റ് സ്വദേശിയായ വീട്ടമ്മയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ മുണ്ടത്തിക്കോട് പുതുരുത്തി പട്ടുകുളങ്ങര കണ്ണനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 50 വയസ്സായിരുന്നു. ആർത്താറ്റ് കിഴക്കുമുറി താഴഞ്ചേരി വീട്ടിൽ മണികണ്ഠൻ ഭാര്യ സിന്ധുവാണ് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ വീടിനുള്ളിൽ അതിദാരുണമായി കൊല്ലപ്പെട്ടത്. സിന്ധുവിന്റെ സഹോദരി ഭർത്താവ് കൂടിയായ കണ്ണനെ കൊല നടന്ന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പോലീസ് ആനായിക്കലിൽ നിന്നും അറസ്റ്റ് ചെയ്തിരുന്നു. മോഷണത്തിനു വേണ്ടിയായിരുന്നു ഇയാൾ ഈ ക്രൂരകൃത്യം ചെയ്തത്. സംഭവത്തിന് ശേഷം കേസിൽ റിമാൻഡിലായി ചാവക്കാട് ജയിലിലായിരുന്ന ഇയാൾ ഓഗസ്റ്റ് 1-നാണ് ജാമ്യത്തിലിറങ്ങിയത്. ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞാണ് എരുമപ്പെട്ടി ആര്യമ്പാടം സ്കൂളിനടുത്തുള്ള വനത്തിൽ ഇയാളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് ദിവസങ്ങളോളം പഴക്കമുണ്ട്. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ബഹളം. ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലെ പഴയ കെട്ടിടം സംബന്ധിച്ച ചർച്ചയാണ് തർക്കത്തിനും ബഹളത്തിനും വഴിയൊരുക്കിയത്. ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലെ പഴയ കെട്ടിടം തെരുവുനായ്ക്കളുടെയും ഇഴജന്തുക്കളുടെയും വിഹാരകേന്ദ്രമായ സാഹചര്യത്തിൽ നിരവധി തവണ ലബീബ് ഹസൻ കൌൺസിൽ യോഗങ്ങളിൽ വിഷയം ഉന്നയിച്ചിട്ടും സ്കൂൾ പ്രധാനാധ്യാപിക രേഖാമൂലം കത്ത് നൽകിയിട്ടും നിരവധി തവണ ചെയർപേഴ്സന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുവെങ്കിലും കെട്ടിടം പൊളിക്കുന്നതിന് തയ്യാറാകുന്നില്ലെന്ന് ലബീബ് ഹസൻ ആരോപിച്ചു. ചർച്ചയ്ക്കിടെ ചെയർപേഴ്സന് ആത്മാഭിമാനമുണ്ടെങ്കിൽ കെട്ടിടം പൊളിച്ചുമാറ്റാൻ ഉത്തരവിടണമെന്ന പരാമർശമാണ് ബഹളത്തിനിടയാക്കിയത്. ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഒരു അപകടം വന്നാൽ നമ്മൾ അവിടെ പോകുന്നല്ല, നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കത്ത് കൊടുക്കാൻ ഈ കൗൺസിലിന് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുക? എന്താ നിങ്ങളോട് ഞാൻ പറയേണ്ടത്? ഇനിയെങ്കിലും നിങ്ങൾക്കൊരു സ്വല്പം ആത്മാഭിമാനം ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്നെങ്കിലും ആ കത്ത് കൊടുക്കാനുണ്ട്. പ്രധാനാധ്യാപിക രേഖാമൂലം കത്ത് നൽകി നിരവധി തവണ കെട്ടിടം പൊളിക്കുന്നത് സംബന്ധിച്ച് സൂചിപ്പിച്ചിരുന്നുവെന്നും തന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാൻ കോൺഗ്രസ് കൌൺസിലർ വളർന്നിട്ടില്ലെന്നും ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ മറുപടി നൽകി. കൌൺസിലറുടെ പദപ്രയോഗം പിൻവലിക്കണമെന്ന് ഭരണകക്ഷി അംഗങ്ങൾ ആവശ്യപ്പെട്ടു. തെരുവുനായ്ക്കളെ വന്ധ്യംകരിക്കുന്ന ABC പദ്ധതി നിലച്ചതാണ് തെരുവുനായ്ക്കൾ പെരുകാൻ കാരണമാകുന്നതെന്ന് ഉരുളിക്കുന്ന് വാർഡിലെ തെരുവുനായ ശല്യം ചൂണ്ടിക്കാട്ടി BJP കൌൺസിലർ ബിനു പ്രസാദ് പറഞ്ഞു. നമ്മുടെ കസ്റ്റോണ്ടിന്റെ ആയാലും നാട്ടിലെ ഒരു കാര്യം കൂടെ നടക്കാത്ത പോലെയാണ്. ഒരു നടക്കണില്ല. ഇനിയിപ്പോൾ രാത്രി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, പന്നിയുടെ ശല്യം. പകല് നടന്ന വിഷനായ ഒന്നോളം മുനിസിപ്പാലിറ്റിയിൽ പുറത്തേക്ക് രാത്രിയും പകലൊന്നും പുറത്തേക്ക് ഇറക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ. അവിടെ നടക്കാൻ പറ്റുന്നില്ല, അവിടെ ഭരണമില്ല. അലഞ്ഞു നടക്കുന്ന തെരുവുനായ്ക്കളെ പിടികൂടാനും അവയെ പാർപ്പിക്കാനും ഉടൻ സ്ഥലം കണ്ടെത്തേണ്ടതുണ്ടെന്നും ബിനു പ്രസാദ് പറഞ്ഞു. തെരുവുനായ ശല്യം വർദ്ധിക്കുന്നത് തടയാൻ നിയമഭേദഗതിയിൽ മാറ്റം വരുത്തണമെന്ന് ചെയർപേഴ്സൺ സൂചിപ്പിച്ചു. നഗരത്തിലെ തകർന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്ന് KK മുരളി, അഡ്വക്കേറ്റ് സോഫിയ ശ്രീജിത്ത്, ബിജു C ബേബി എന്നിവർ ആവശ്യപ്പെട്ടു. മഴ കുറഞ്ഞാൽ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കാൻ ശ്രമിക്കുമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. പട്ടികജാതി വിഭാഗങ്ങൾക്ക് വീടിന്റെ അറ്റകുറ്റപ്പണിക്ക് ഇപ്പോൾ 25,000 രൂപ നൽകുന്നുണ്ടെന്ന് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PM സുരേഷ് വ്യക്തമാക്കി. ഇതിനിടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T സോമശേഖരനും കോൺഗ്രസ് നേതാവ് ബിജു C ബേബിയും തമ്മിൽ വാദപ്രതിവാദമുണ്ടായി. പുതിയ ബസ് സ്റ്റാൻഡിൽ മലിനജല സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കാൻ നഗരസഭാ ക്ലീൻ സിറ്റി മാനേജറെ നിർവഹണ ഉദ്യോഗസ്ഥനായി നിയമിക്കാൻ യോഗം തീരുമാനിച്ചു. സുഭിക്ഷ ഹോട്ടലുകളിലെ ഉച്ചഭക്ഷണ നിരക്ക് 20 രൂപയായി നിലനിർത്താൻ കൌൺസിൽ യോഗം തീരുമാനിച്ചു. നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ ധനസഹായം നൽകും. 20-ാം വാർഡിൽ കുടിവെള്ളത്തിനായി ജലസംഭരണി സ്ഥാപിക്കും. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, കൌൺസിലർമാരായ VK സുനിൽകുമാർ, ഷാജി ആലിക്കൽ, മിനി മോൺസി, ബീന രവി, ഗീത ശശി തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ ഭിന്നശേഷിക്കാരുടെ സ്കോളർഷിപ്പ് വിതരണത്തിൽ അനാസ്ഥ.
പലയിടത്തും സ്കോളർഷിപ്പ് തുക കിട്ടിയില്ലെന്ന ആക്ഷേപം. ഗുരുവായൂർ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഇത് സംബന്ധിച്ച് ചർച്ചയുണ്ടായി. കൌൺസിലർ CS സൂരജാണ് വിഷയം കൌൺസിലിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഭിന്നശേഷിക്കാർക്ക് സ്കോളർഷിപ്പ് തുക വൈകിപ്പിച്ചത് അത്യന്തം വേദനാജനകമാണെന്നും പ്രശ്നപരിഹാരത്തിന് അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ വിഷയത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെ നടപടി ശുപാർശ ചെയ്യുമെന്ന് നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് അറിയിച്ചു. ഈ വർഷത്തെ പദ്ധതിയിൽ നിന്ന് പണം അനുവദിക്കാനും തീരുമാനിച്ചു. നഗരസഭ 15-ാം വാർഡിലെ അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ അറ്റകുറ്റപ്പണിക്കായി തയ്യാറാക്കിയ 2,05,000 രൂപയുടെ എസ്റ്റിമേറ്റ് യോഗം അംഗീകരിച്ചു. കൌൺസിലർമാരായ AS മനോജ്, KP ഉദയൻ, KM മഹറൂഫ്, CS സൂരജ്, ശോഭ ഹരിനാരായണൻ, രേണുക ശങ്കർ, അഭിലാഷ് എന്നിവർ സംസാരിച്ചു. CCTV സീനിയർ റിപ്പോർട്ടർ ഹരി ഇല്ലത്തിനെ ആക്രമിച്ചതുൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പോർക്കുളം സ്വദേശിയെ കാപ്പ നിയമപ്രകാരം ജയിലിലടച്ചു. നെന്മണിക്കര വീട്ടിൽ 28 വയസ്സുള്ള ശ്രീജിത്ത് എന്ന അടുപ്പ് ശ്രീജിത്തിനെയാണ് കുന്നംകുളം പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 6 മാസത്തേക്ക് ജയിലിൽ അടച്ചുകൊണ്ട് തൃശൂർ ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയത്. വധശ്രമം, അടിപ്പിടി, ലഹരിവസ്തുക്കളുടെ കച്ചവടം തുടങ്ങിയ ക്രൂരമായി ആക്രമിച്ച സംഭവം ഉൾപ്പെടെ 9ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ശ്രീജിത്ത്. ഇതേ തുടർന്നാണ് കുന്നംകുളം പോലീസ് പ്രതിക്കെതിരെ ജില്ലാ കളക്ടർക്ക് കാപ്പ ചുമത്തുന്നതിനുള്ള റിപ്പോർട്ട് സമർപ്പിച്ചത്. ഗുരുവായൂരിൽ നിന്ന് തിരുനാവായിലേക്ക് പുതിയ പാത അനുവദിക്കുന്ന വിഷയം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗവും റെയിൽവേ പൊതുസേവന കമ്മിറ്റി ചെയർമാനായിരുന്ന PK കൃഷ്ണദാസ്. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ സന്ദർശനം നടത്തി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമൃത് ഭാരതി സ്റ്റേഷൻ സ്കീമിന്റെ ഭാഗമായി ആരംഭിച്ച പദ്ധതികൾ ഡിസംബറിനുള്ളിൽ പൂർത്തിയാക്കുമെന്നും യാത്രക്കാർക്കായി പുതിയ ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് C. നിവേദിത സുബ്രഹ്മണ്യം, മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചരമ്പത്ത്, ജനറൽ സെക്രട്ടറി സുജയൻ മാമ്പുള്ളി, കൌൺസിലർമാരായ ശോഭ ഹരിനാരായണൻ, ജ്യോതി രവീന്ദ്രനാഥ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് മനീഷ് കുളങ്ങര, ട്രഷറർ ദീപ ബാബു, സെക്രട്ടറി പ്രസന്നൻ വലിയപറമ്പിൽ, ഗുരുവായൂർ ഏരിയ പ്രസിഡന്റ് പ്രദീപ് പണിക്കശ്ശേരി, KR ചന്ദ്രൻ, ദീപക് തിരുവെങ്കിടം തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. അതുപോലെ കോൺഗ്രസ് CPM നേതാക്കന്മാർ ഉന്നയിക്കുന്ന ആരോപണത്തിൽ അവർക്ക് പോലും വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് അവർ ആധികാരികമായിട്ട് തെളിവ് സഹിതം ഔദ്യോഗികമായിട്ട് ഒരു പരാതി പോലും കൊടുത്തില്ല. ഇപ്പോൾ ഹരിയാനയിലും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കേട്ട് മാസങ്ങളായി, വർഷങ്ങളാവാൻ പോകുന്നു, വർഷം പൂർത്തിയാകാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ ഇതുവരെ പരാജയപ്പെട്ട ഒരു കോൺഗ്രസ് MLAയും കോടതിയെ സമീപിച്ചിട്ടില്ല, ബന്ധപ്പെട്ട ആർക്കും പരാതി കൊടുത്തിട്ടില്ല. അപ്പോൾ സത്യത്തിൽ അതേ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും കൃത്രിമം, അത് വോട്ടർ പട്ടികയിലായാലും ശരി, അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങളിൽ, അത് ഇലക്ഷൻ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിലായാലും ശരി, എവിടെയെങ്കിലും തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നിട്ടുണ്ടെങ്കിൽ പരാജയപ്പെട്ട അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായാലും അവർ കോടതിയെ സമീപിക്കാവുന്നതാണ്, നിയമാനുസൃതം. ഇതുവരെ കോൺഗ്രസിൻ്റെയും CPMൻ്റെയും ഒരു നേതാവും ഒരു തോറ്റ സ്ഥാനാർത്ഥിയും ഇതുവരെ കോടതിയെ സമീപിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം രാഹുൽ ഗാന്ധിയും സമീപിക്കാൻ തയ്യാറില്ല. ആവർത്തിച്ച് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു, നിങ്ങൾ പരാതി കൊടുക്കൂ, സത്യവാങ്മൂലം കൊടുക്കൂ. NREG വർക്കേഴ്സ് യൂണിയൻ കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളി സംഗമവും ആദരിക്കലും സംഘടിപ്പിച്ചു. വിള്ളർക്കാട് മുക്രിയത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം കുന്നംകുളം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി തകർക്കുവാനാണ് BJP നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് MLA പറഞ്ഞു. തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കുവാനും കൂലി നഷ്ടപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നത്. ഇതിനെതിരെ പ്രതികരിക്കുവാൻ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് MPമാർ തയ്യാറാകുന്നില്ലെന്നും MLA പറഞ്ഞു. യൂണിയൻ കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് രമണി രാജൻ അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീലാദൂർ, ബ്ലോക്ക് മെമ്പർ KK മണി, ഫ്രാൻസിസ് കൊള്ളന്നൂർ, UV ഗിരീഷ്, അഡ്വക്കേറ്റ് KM നൌഷാദ്, സൗമ്യ സുരേഷ്, ബീന രമേശ്, KR സെമി, മൈമുന ഷബീർ, MK ശശീന്ദ്രൻ, ദിവ്യ ഗിരീഷ് എന്നിവർ സംസാരിച്ചു. ഒരക്ഷരം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേണ്ടി അവർ വർത്തമാനം പറയാറില്ല. പാർലമെന്റിൽ 18 ആളുകൾ എന്ന് പറഞ്ഞ ചെറിയ നമ്പർ അല്ലല്ലോ. ഒരൊറ്റയാൾ തൊഴിലുറപ്പ് തൊഴിലാളിയുടെ ആവശ്യത്തിന് വേണ്ടി ഇന്നത് ചെയ്യണം. നിങ്ങളൊക്കെ പത്രവും TV ഒക്കെ കാണുന്നവരല്ലേ? ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ MP, മുമ്പ് കോൺഗ്രസിന്റെ MP ഇവിടെ നിന്നുണ്ടായിരുന്നു. വോട്ടിന്റെ സമയമാവുമ്പോൾ ആ സ്ഥലത്തൊക്കെ വന്ന് 4 ലോഹ്യം പറഞ്ഞു പോകുന്നതിൻ്റെ അപ്പുറത്ത് തൊഴിലാളിയുടെ പ്രശ്നത്തിൽ ഇടപെടാൻ ആരും ഉണ്ടായിട്ടില്ല. കേരള വിഷൻ നേതൃത്വത്തിൽ കുന്നംകുളത്ത് കേബിൾ TV ഓപ്പറേറ്റർമാർക്കും അക്കൌണ്ട്സ് ജീവനക്കാർക്കുമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. CCTV കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. സിബിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അനിൽ,
സപ്പോർട്ടിംഗ് ടെക്നിക്കൽ എഞ്ചിനീയർ മിൽന പീറ്റർ, കേരള വിഷൻ ഡയറക്ടർ ജിജോ ജോസഫ് എന്നിവർ സംസാരിച്ചു. CCTV ജനറൽ മാനേജർ സിൻഡോ ജോസ് നന്ദി പറഞ്ഞു. കേബിൾ TV ഓപ്പറേറ്റർമാരും അക്കൌണ്ട്സ് ജീവനക്കാരും സംബന്ധിച്ചു. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, ഡിജിറ്റൽ TV എന്നിവയുടെ അക്കൌണ്ട്സുകൾ കൂടുതൽ കാര്യക്ഷമവും ഉപഭോക്തൃ സൗഹൃദവുമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ബോധവൽക്കരണം നടത്തിയത്. ആഘോഷത്തിന്റെ അലയൊലി അടങ്ങും മുൻപേ പ്രിയപ്പെട്ടവരെ കണ്ണീരിലാഴ്ത്തി പുഷ്പ ഓർമ്മയായി. ഞായറാഴ്ച കാണിപ്പയ്യൂരിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച കൂനമുച്ചി കൂത്തൂർ ആന്റണിയുടെ ഭാര്യ പുഷ്പയുടെ സംസ്കാരം നടന്നു. മകളുടെ കുഞ്ഞിന്റെ ഒന്നാം പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുത്ത് സന്തോഷത്തോടെയാണ് കുന്നംകുളം വ്യാപാര ഭവനിൽ നിന്നും പുഷ്പ ഭർത്താവ് ആന്റണിക്കൊപ്പം കാറിൽ കൂനമുച്ചിയിലെ വീട്ടിലേക്ക് യാത്ര തിരിച്ചത്. 5 കിലോമീറ്റർ മാത്രം സഞ്ചരിക്കാനുള്ള കേവലം 15 മിനിറ്റ് കൊണ്ടെത്താവുന്ന ദൂരം മാത്രമുള്ള യാത്രക്കിടെയാണ് പുഷ്പയുടെ ജീവൻ പൊലിഞ്ഞ അപകടം സംഭവിച്ചത്. കൊച്ചിയിൽ നിന്ന് കണ്ണൂരിലേക്ക് പോയിരുന്ന ആംബുലൻസും കാറും തമ്മിൽ നേർക്കുനേർ ഇടിക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും പുഷ്പ മരണത്തിന് കീഴടങ്ങുകയും ആന്റണി ജീവൻ തിരിച്ചു പിടിക്കാനുള്ള അവസാന പരിശ്രമവുമായി ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. തിങ്കളാഴ്ച പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ ബന്ധുക്കളും നാട്ടുകാരും ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. സന്തോഷത്തിന്റെ അനർഘ നിമിഷങ്ങളിലൂടെ കടന്നുപോയ കുടുംബത്തിന് ഉൾക്കൊള്ളാനാകാത്തതായിരുന്നു പുഷ്പയുടെ വിയോഗം. മക്കളായ ബ്ലെസ്സിക്കും ബ്രിട്ടോയ്ക്കുമൊപ്പം ബന്ധുക്കളും നാട്ടുകാരും കരച്ചിലടക്കാനാവാത്ത അവസ്ഥയിലായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 9:30 വസതിയിൽ നടന്ന സംസ്കാര ശുശ്രൂഷയ്ക്ക് ശേഷം പുഷ്പയുടെ ഭൗതിക ശരീരം കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക ദേവാലയത്തിലെത്തിച്ചു. പ്രാർത്ഥനകൾക്ക് ശേഷം മക്കളുടെയും ബന്ധുജനങ്ങളുടെയും അന്ത്യചുംബനങ്ങൾ ഏറ്റുവാങ്ങി പുഷ്പ ഓർമ്മകളിലേക്ക് മാഞ്ഞു. ഒന്നിച്ചുള്ള തന്റെ ജീവിതയാത്രയിൽ താങ്ങും തണലുമായിരുന്ന പ്രിയതമന്റെ അന്ത്യചുംബനം ഏറ്റുവാങ്ങാൻ പോലും കഴിയാതെ മടങ്ങിയ പുഷ്പ ഒരു വിങ്ങലായി എന്നും പ്രിയപ്പെട്ടവരുടെ മനസ്സിലുണ്ടാകും. തൃശൂർ അയ്യന്തോൾ ചുങ്കത്തിന് സമീപമുള്ള റാണി മേനോൻ കണ്ണാശുപത്രിക്ക് സമീപത്തുനിന്ന് സ്കൂട്ടർ മോഷ്ടിച്ച കേസിൽ പ്രായപൂർത്തിയാകാത്ത 2 പേർ ഉൾപ്പെടെ 3 പേർ പിടിയിൽ. കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട പ്രായപൂർത്തിയായ പ്രതി വടക്കേക്കാട് സ്വദേശി മുഹമ്മദ് സിനാന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ജൂലൈ 31 നടന്ന മോഷണം കണ്ടെത്താൻ സമീപത്തെ CCTV ദൃശ്യങ്ങളാണ് പോലീസിന് സഹായകരമായത്. അഡ്വക്കേറ്റ് ജാസ്മിന്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു സ്കൂട്ടർ. വടക്കേക്കാട് മന്നലാംകുന്ന് ഭാഗത്തു നിന്നാണ് കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടവരെ പിടികൂടിയത്. കൃത്യത്തിൽ ഉൾപ്പെട്ട പ്രായപൂർത്തിയാകാത്ത 2 പേരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കോടതിയിൽ ഹാജരാക്കും. തകർന്ന തരിപ്പണമായി പാരീസ് ചൊവ്വല്ലൂർ റോഡ്. തിരിഞ്ഞു നോക്കാതെ അധികാരികൾ. കടാണിശ്ശേരി പഞ്ചായത്തിനെയും കുന്നംകുളം നഗരസഭയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണ് കാൽനട യാത്ര പോലും സാധ്യമല്ലാത്ത വിധം വർഷങ്ങളായി തകർന്നു കിടക്കുന്നത്. പഞ്ചായത്തിലെ മുൻ ഭരണസമിതിയുടെ കാലത്താണ് റോഡിന്റെ നവീകരണത്തിനായി 1 കോടി രൂപ അനുവദിച്ചത്. വർഷങ്ങളോളം റോഡിന്റെ കരാർ ഏറ്റെടുക്കാൻ ആരും തന്നെ മുന്നോട്ട് വന്നില്ല. പിന്നീട് ഇടുക്കി സ്വദേശി കരാർ ഏറ്റെടുക്കുകയും പാരീസിലെ കലിങ്കിന്റെയും കാനയുടെയും നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അനുവദിച്ച തുക കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാനാവില്ലെന്ന് വന്നതോടെ കരാറുകാരൻ ജോലി ഉപേക്ഷിച്ച് സ്ഥലം വിടുകയായിരുന്നു. കാലങ്ങളായി ടാറിങ്ങോ മറ്റ് അറ്റകുറ്റപ്പണികളോ നടന്നിട്ടില്ലാത്തതിനാൽ റോഡ് തന്നെ ഇല്ലാതായ സ്ഥിതിയാണ് പല ഭാഗത്തുമുള്ളത്.
നിരവധി തവണ MLA, പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയ ജനപ്രതിനിധികളോട് പ്രദേശവാസികൾ റോഡിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് പരാതി പറഞ്ഞുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. മാസങ്ങൾക്ക് മുൻപ് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പ്രദേശവാസികൾ ഒന്നിച്ച പ്രതിഷേധവും പഞ്ചായത്ത് ഓഫീസ് മാർച്ചും സംഘടിപ്പിച്ചിരുന്നു. പ്രസിദ്ധമായ ചൊവ്വല്ലൂർ ശിവക്ഷേത്രം ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന റോഡാണ് ഈ വിധം തകർന്നു കിടക്കുന്നത്. രാവിലെയും വൈകിട്ടും പിഞ്ചുകുട്ടികളുമായി നിരവധി സ്കൂൾ വാഹനങ്ങളും ഇതുവഴി കടന്നുപോകുന്നുണ്ട്. മഴ പെയ്യുന്ന സമയങ്ങളിൽ റോഡിലെ കുഴികളിൽ വെള്ളം നിറഞ്ഞ് ചെറിയ കുളങ്ങൾ രൂപപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ട്. നൂറുകണക്കിന് വീടുകൾ സ്ഥിതി ചെയ്യുന്ന മേഖലയിലെ പ്രധാന റോഡിന്റെ അവസ്ഥ ഈ നിലയിലായി വർഷങ്ങൾ പിന്നിടുമ്പോഴും ഭരണാധികാരികൾ തുടരുന്ന നിസ്സംഗതയിൽ കടുത്ത അമർഷത്തിലാണ് പ്രദേശവാസികൾ. റീബിൽഡ് കേരള പദ്ധതി പ്രകാരമുള്ള പ്രവൃത്തിയാണ് പാരീസ് ചൊവ്വല്ലൂർ റോഡിന്റേത്. നിലവിൽ പുതിയ കരാർ കമ്പനി നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും എസ്റ്റിമേറ്റ് തുകയുടെ 30% കൂടുതൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സർക്കാർ ഇത് അംഗീകരിച്ചാൽ ഉടൻ റോഡിന്റെ നിർമ്മാണം ആരംഭിക്കാനാകുമെന്നാണ് ഔദ്യോഗിക ഭാഷ്യം. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ നിയന്ത്രണം വിട്ട കാർ ഓട്ടോറിക്ഷകളിൽ ഇടിച്ച് അപകടം. ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പരിക്കേറ്റു. ചെറുവത്താനി സ്വദേശി പൊലിയത്ത് വീട്ടിൽ 40 വയസ്സുള്ള ദിനേശിനാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച വൈകിട്ട് 4:30ഓടെയായിരുന്നു അപകടം. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ കൊണാർക്ക് ഹോട്ടലിന് മുൻപിൽ പാതയോരത്ത് നിർത്തിയിട്ടിരിക്കുകയായിരുന്ന ഓട്ടോറിക്ഷകൾക്ക് പുറകിലാണ് കാർ ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ഒരു ഓട്ടോറിക്ഷ സമീപത്തെ കാനയിലേക്ക് മറിഞ്ഞു. മറ്റൊരു ഓട്ടോറിക്ഷയുടെ പുറകുവശം ഭാഗികമായി തകർന്നു. അപകട സമയത്ത് ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന ഡ്രൈവർക്കാണ് പരിക്കേറ്റത്. കാലിനുൾപ്പെടെ പരിക്കേറ്റ ഡ്രൈവറെ കുന്നംകുളം ദയാ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ ഭാഗത്ത് നിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന കുറ്റിപ്പുറം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. അരിയന്നൂർ റോഡിൽ കാറും ഓട്ടോ ടാക്സിയും കൂട്ടിയിടിച്ച അപകടം. ഡ്രൈവർക്കും യാത്രികയ്ക്കും പരിക്കേറ്റു. ഓട്ടോ ടാക്സി ഡ്രൈവർ വേലൂർ സ്വദേശി സുരേഷ്, യാത്രക്കാരി വേലൂർ മുല്ലയ്ക്കൽ വീട്ടിൽ അനിത എന്നിവർക്കാണ് പരിക്കേറ്റത്. അനിതയുടെ ഭർത്താവ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പരിക്കേറ്റവരെ ഗുരുവായൂർ ആക്ട്സ് ആംബുലൻസ് പ്രവർത്തകർ തൃശൂർ മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അത്യാസന്ന നിലയിൽ രോഗിയുമായി പോയ ആംബുലൻസ് തൃശൂർ അശ്വിനി ജംഗ്ഷൻ ഗതാഗതക്കുരുക്കിൽ പെട്ടുനിന്നപ്പോൾ ആംബുലൻസിന് മുന്നിലൂടെ ഓടി വഴിയൊരുക്കിയ തൃശൂർ വനിതാ പോലീസ് സ്റ്റേഷൻ ASI അപർണ ലവകുമാറിനെ ആംബുലൻസ് ഓണേഴ്സ് ക്യാപ്റ്റൻ ആൻഡ് ടെക്നീഷ്യൻ അസോസിയേഷൻ ആദരിച്ചു. ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് ഷെരീഫ് ഗുരുവായൂർ, ജില്ലാ പ്രസിഡന്റ് പ്രമോദ്, ട്രഷറർ ജെയ്സൺ ചേർപ്പ്, അഖിൽ, സൗരവ്, സ്റ്റെഫിൻ, രജീഷ്, അശ്വിൻ എന്നിവർ പങ്കെടുത്തു. ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെയും നരേന്ദ്രമോദിയുടെയും നിലപാടിൽ പ്രതിഷേധിച്ച് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ MPമാരെ അറസ്റ്റ് ചെയ്തതിലും എരുമപ്പെട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. ഇന്ദിരാഭവൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കടങ്ങോട് റോഡ് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷത വഹിച്ചു. സുധീഷ് പറമ്പിൽ, MC ഐജു, PS സുനീഷ് എന്നിവർ സംസാരിച്ചു. K ഗോവിന്ദൻകുട്ടി, KR രാധിക, MK ജോസ്, MM സലിം, MA ഉസ്മാൻ, വിനോദിനി മങ്ങാട്, സുജാത തുളസി, അമൃത K ഷിജു, KR ഗിരീഷ്, AU മനാഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഭാര്യയെ തെരുവിലിട്ട് മർദ്ദിച്ച് പരിക്കേൽപ്പിക്കുകയും സ്ത്രീത്വത്തെ അപമാനിക്കുകയും ചെയ്ത കടങ്ങോട് പഞ്ചായത്തിലെ 11ാം വാർഡ് മെമ്പർ മുഹമ്മദ് കുട്ടി ആദൂർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കടങ്ങോട് മണ്ഡലം മഹിളാ കോൺഗ്രസ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. വനിതാ പ്രസിഡന്റായുള്ള LDF നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് ഭരണസമിതി സ്ത്രീ പീഡന കേസിൽ പ്രതിയായ മെമ്പറെ സംരക്ഷിക്കാൻ ശ്രമിക്കാതെ പുറത്താക്കാൻ തയ്യാറാകണമെന്നും മഹിളാ കോൺഗ്രസ് ആവശ്യപ്പെട്ടു. മഹിളാ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ദീപ രാമചന്ദ്രൻ അധ്യക്ഷയായി. കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി MH നൌഷാദ് മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കല്യാണി S നായർ, ഗിന്നസ് സത്താർ ആദൂർ, സജീവ് ചാത്തനാത്ത്, രഞ്ജു താരു, അക്ഷയ് വെള്ളറക്കാട്, ജെസി വിൽസൺ എന്നിവർ സംസാരിച്ചു. സുഗണൻ, TK സുബ്രഹ്മണ്യൻ, PV കൃഷ്ണൻ, PK വിനയകുമാർ, റഹീം ആദൂർ, കരീം വെള്ളറക്കാട്, ബിജു ആദൂർ, സിന്ധു മണികണ്ഠൻ, സുഭാഷ് എന്നിവർ പങ്കെടുത്തു. ജലത്തിൽ വിസ്മയം തീർക്കുകയാണ് 4.5 വയസ്സുകാരി അരുവി. വെള്ളത്തിലുള്ള ഈ കുരുന്നിന്റെ പ്രകടനം കാഴ്ചക്കാരെ അത്ഭുതപ്പെടുത്തുന്നു. കടങ്ങോട് തെക്കുമുറി നെടിയേടത്ത് അനീഷ് നിമ ദമ്പതികളുടെ മകളായ അരുവി
നീന്തലിൽ അതിവിദഗ്ധയാണ്. 3.5 വയസ്സുള്ളപ്പോഴാണ് അരുവി നീന്തൽ പഠിച്ചത്. ഫുട്ബോൾ കോച്ചായ പിതാവ് അനീഷാണ് അരുവിയെ നീന്തൽ പരിശീലിപ്പിച്ചത്. ഇയാളുടെ പേര് അരുവി എന്നാണ്. നിർമ്മല മാത ഇയാൾ സ്കൂളിലാണ് പഠിക്കുന്നത്, LKG-യിൽ. 4.5 വയസ്സായി. ഞങ്ങളൊരു 3.5 വയസ്സ് മുതലേ ആള് നീന്തൽ തുടങ്ങിയിട്ടുണ്ട്. കുട്ടികളുടെ മുങ്ങിവർണ്ണങ്ങൾ അധികരിച്ചു വരുന്ന കാലഘട്ടത്തിൽ സ്വയം രക്ഷയ്ക്കും മറ്റുള്ളവരെ രക്ഷപ്പെടുത്തുന്നതിനും പ്രാപ്തയാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചെറിയ പ്രായത്തിൽ തന്നെ നീന്തൽ പരിശീലിപ്പിച്ചതെന്ന് അനീഷ് പറഞ്ഞു. അപ്പോൾ നീന്തൽ പഠിപ്പിക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് വാർത്തകളെ ഇങ്ങനെ കേൾക്കുന്നു, ഈ വെള്ളത്തിൽ വീണ് മുങ്ങി മരിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ നീന്തൽ പഠിപ്പിച്ച് അവരെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടെന്നൊക്കെ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ വേറെ ഏതെങ്കിലും കുട്ടികൾ ഇങ്ങനെ പെടുമ്പോൾ രക്ഷപ്പെടുത്താനുള്ളൊരു ഇതും കൂടിയാവും. അപ്പോൾ അങ്ങനത്തെ ഒരു കാരണമൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഇവരെ ചെറുപ്പം മുതലേ നീന്തൽ പഠിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറായി. വെള്ളത്തിൽ ദീർഘസമയം കമിഴ്ന്നും മലർന്നും പൊങ്ങിക്കിടക്കുവാനും അരുവിക്ക് കഴിയും. എയ്യാൽ നിർമ്മലമാതാ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് അരുവി. അനീഷിന്റെ സഹോദരൻ അജിത്തിന്റെ മകൾ 8 വയസ്സുള്ള അദ്രിക ലക്ഷ്മിയും നീന്തലിൽ വിദഗ്ധയാണ്. അദ്രികയുടെ അനുജൻ 5.5 വയസ്സുള്ള അയനും നീന്തൽ പരിശീലിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏട്ടൻ്റെ കുട്ടികളാണ് ഇവരിനെയും ഒരു കൊല്ലത്തോളമായി ഇവർ നീന്തൽ തുടങ്ങിയിട്ട്. ഇവർ രണ്ടുപേരും പാറപ്പുറം ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ഇവരെയും പരിശീലിപ്പിച്ചത് അനീഷാണ്. സമഗ്ര ശിക്ഷ കേരള BRC ചാവക്കാടിന്റെ നേതൃത്വത്തിൽ സൗജന്യ വൈദ്യപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് നിർവഹിച്ചു. നഗരസഭാ വാർഡ് കൌൺസിലർ ജ്യോതി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സമഗ്ര ശിക്ഷ കേരളം ജില്ലാ പ്രോഗ്രാം ഓഫീസർ ബ്രിജി പദ്ധതി വിശദീകരണം നടത്തി. വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ VB സിന്ധു, ചാവക്കാട് താലൂക്ക് ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ K. രാംകുമാർ, ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപിക CP ലിജ എന്നിവർ സംസാരിച്ചു. ശ്രവണപരമായ വെല്ലുവിളികൾ, ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന വിദ്യാർത്ഥികൾക്കുള്ള 2 വൈദ്യപരിശോധനാ ക്യാമ്പുകളാണ് നടന്നത്. ചാവക്കാട് താലൂക്ക് ആശുപത്രി എല്ലുരോഗ വിദഗ്ധൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, ENT വിഭാഗം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ CL ജോയ്, ടെക്നീഷ്യൻ PV സജിമോൻ എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി. വെട്ടുകാട് ആളൂർ സ്പോർട്സ് അസോസിയേഷൻ UAE കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ കലാകായിക മേഖലകളിലെ പ്രതിഭകളെ ആദരിച്ചു. ആളൂർ യുവജന സമാജം വായനശാലയിൽ ടാലന്റ് 2K25 എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങ് കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു. വെട്ടുകാട് ആളൂർ സ്പോർട്സ് അസോസിയേഷൻ UAE കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് വെട്ടുകാട് അധ്യക്ഷനായി. മുനയ്ക്കക്കടവ് തീരദേശ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ KN നിതിൻ ലഹരി വിരുദ്ധ ക്ലാസിന് നേതൃത്വം നൽകി. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, കുന്നംകുളം നഗരസഭ മുൻ വൈസ് ചെയർമാൻ EP കമറുദ്ദീൻ, ജനറൽ സെക്രട്ടറി AA അലി, ജോയിന്റ് സെക്രട്ടറി AM ഫൈസൽ എന്നിവർ സംസാരിച്ചു. സിനിമാ സംവിധായകൻ ഷാൻ കേച്ചേരി, ഡോക്ടറേറ്റ് നേടിയ കൃഷ്ണചന്ദ്രൻ എന്നിവരെയും SSLC+2 ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും കായികരംഗത്ത് സംസ്ഥാന ജില്ലാ ചാമ്പ്യൻഷിപ്പുകളിൽ വിജയം നേടിയ പ്രതിഭകളെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. അഷ്റഫ് മാസ്റ്റർ, ഗംഗാധരൻ മാസ്റ്റർ, മുഹമ്മദ് അലി, RM മൊയ്തുട്ടി, AM ഉമ്മർ ഹാജി, RA ഉസ്മാൻ, RA മുസ്തഫ, RM അബൂബക്കർ എന്നിവർ ഉപഹാരങ്ങൾ സമ്മാനിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പന്നിത്തടം മേഖലാ സമ്മേളനം നടത്തി. സുഹറ ഓഡിറ്റോറിയത്തിൽ P. ഭാഗ്യലക്ഷ്മിയമ്മ നഗറിൽ നടന്ന സമ്മേളനം മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം KR സീത ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി മിനി അരവിന്ദൻ, ജില്ലാ കമ്മിറ്റി അംഗം മീന സാജൻ, CPIM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം KM നൌഷാദ് എന്നിവർ സംസാരിച്ചു. ഷീജ മണി, ലളിത ഗോപി, KR സിമി എന്നിവരടങ്ങുന്ന പ്രസിഡിയം സമ്മേളനം നിയന്ത്രിച്ചു. മേഖലാ സെക്രട്ടറി സുഗിജ സുമേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് നടന്ന ചർച്ചയിൽ പുതിയ മേഖലാ ഭാരവാഹികളായി സെക്രട്ടറിയായി സുഗിജ സുമേഷ്, പ്രസിഡന്റ് ഷീജ മണി, ട്രഷറർ ലളിത ഗോപി തുടങ്ങി 25 അംഗ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. സമ്മേളനത്തിന് സംഘാടക സമിതി ചെയർമാൻ ഫ്രാൻസിസ് കോളനി സ്വാഗതവും സെക്രട്ടറി സുഗിജ സുമേഷ് നന്ദിയും പറഞ്ഞു.
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ധർണ നടത്തി. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക, PFRDA നിയമം റദ്ദാക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. പെൻഷനേഴ്സ് യൂണിയൻ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം ട്രഷറിയിലേക്ക് മാർച്ചും ധർണയും നടത്തി. നഗരസഭാ ഓഫീസിന് മുൻവശത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം ഗുരുവായൂർ റോഡിലെ ട്രഷറി ഓഫീസിന് മുന്നിലെത്തി സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ KSSPU തൃശൂർ ജില്ലാ ട്രഷറർ ജോസ് കോട്ടപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് MK സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. T രാജഗോപാൽ, ശ്രീധരൻ, ഡെന്നി ജോസ്, MA വേലായുധൻ, സിജി ജോബ്രാജ്, ബീന ചാക്കോ എന്നിവർ സംസാരിച്ചു. PK രവി, മൊയ്തുണ്ണി, മേരി ഉതുപ്പ്, സുലോചന തുടങ്ങിയവർ നേതൃത്വം നൽകി. KSSPU ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ചാവക്കാട് വടക്കേ ബൈപ്പാസിൽ നിന്ന് ആരംഭിച്ച മാർച്ച് മുനിസിപ്പൽ സ്ക്വയറിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ പുന്നയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. KSSPU ബ്ലോക്ക് പ്രസിഡന്റ് PV ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി മെജോ ബ്രൈറ്റ് മുഖ്യപ്രഭാഷണം നടത്തി. PA സൈമൺ മാസ്റ്റർ, KA വാസു, നിമൽകുമാർ, ശങ്കരനാരായണൻ, AK സലീംകുമാർ, V അഷ്റഫ്, KH കയ്യുമു, P ശിവദാസൻ, സുബിത, ബീന തുടങ്ങിയവർ സംസാരിച്ചു. KSSPU ചൊവ്വന്നൂരിൽ ബ്ലോക്ക് കമ്മിറ്റി വെള്ളർക്കാട് വില്ലേജ് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീലാദൂർ ഉദ്ഘാടനം ചെയ്തു. KSSPU ബ്ലോക്ക് പ്രസിഡന്റ് CN ശ്രീധരക്കുറുപ്പ് അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം CP തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് സെക്രട്ടറി PV ചാക്കോച്ചൻ, ജോയിന്റ് സെക്രട്ടറി ശക്തിധരൻ, ട്രഷറർ CU ആലിസ് തുടങ്ങിയവർ സംസാരിച്ചു. തീരദേശ ഹൈവേ നിർമ്മാണം BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് മണത്തല സന്ദർശിച്ചു. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിക്ക് മണത്തല അടിപ്പാത ആക്ഷൻ കൌൺസിൽ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു PK കൃഷ്ണദാസിന്റെ സന്ദർശനം. നാട്ടുകാരുടെ ആവശ്യത്തിന്മേൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് മണത്തല അടിപ്പാത ആക്ഷൻ കൌൺസിലിന് അദ്ദേഹം ഉറപ്പു നൽകി. BJP തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് C നിവേദിത സുബ്രഹ്മണ്യൻ, മണ്ഡലം പ്രസിഡന്റ് വർഷ മണികണ്ഠൻ, നേതാക്കന്മാരായ ഗണേഷ് ശിവജി, പണിക്കശ്ശേരി വിനോദ്, MK വിനോദ്, സുഗന്ധവേണി, പ്രമോദ് ശങ്കരൻ, അനി ചില്ലി, ഷനിൽ മണത്തല, അടിപ്പാത ആക്ഷൻ കൌൺസിൽ ചെയർമാൻ ഫൈസൽ കാനാമ്പുള്ളി, കൺവീനർ KV ആലിക്കുട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു. നാട്ടുകാർക്ക് വേണ്ടി ഓർമാചന്ദ്രൻ, കച്ചവടക്കാർക്ക് വേണ്ടി TP കുഞ്ഞുമുഹമ്മദ്, മണത്തല ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി പ്രിൻസിപ്പൽ ഇൻചാർജ് സുഭാഷ് എന്നിവർ നിവേദനം നൽകി. കർഷക സംഘം പഴഞ്ഞി മേഖലാ സമ്മേളനം നടത്തി. മേഖലാ പ്രസിഡന്റ് പട്ടയത്ത് ഗോപിയുടെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ MN സത്യൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, പ്രസിഡന്റ് AJ സ്റ്റാൻലി എന്നിവർ സംസാരിച്ചു. നെല്ല് സംഭരണ വില ഉയർത്തണമെന്നും വിളനാശം സംഭവിച്ചവർക്ക് ഇൻഷുറൻസ് തുക ഉടൻ ലഭ്യമാക്കണമെന്നും നെല്ലുവില ലഭിക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പുതിയ മേഖലാ ഭാരവാഹികളായി AY ഹമീദ് പ്രസിഡന്റ്, റെജി മാസ്റ്റർ സെക്രട്ടറി, പട്ടയത്ത് ഗോപി ട്രഷറർ എന്നിവരെയും പുതിയ എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. എത്ര കണ്ടാലും മതിവരാത്തതാണ് ആനച്ചന്തം. ഗജഭംഗി നിലനിൽക്കണമെങ്കിൽ ആനകളുടെ സംരക്ഷണവും പരിപാലനവും പ്രധാനമാണ്. ഓഗസ്റ്റ് 12 ലോക ഗജദിനം. കരയിലെ ഏറ്റവും വലിയ സസ്തനിയാണ് ആന. കുഞ്ഞുങ്ങൾ മുതൽ വലിയവർ വരെ ആനച്ചന്തം കണ്ടാൽ കൗതുകത്തോടെ നോക്കി നിൽക്കും. ആകാരഭംഗിയും കറുപ്പഴകും നീണ്ട തുമ്പിയും കൊമ്പഴകും വലിയ ചെവിയും തുടങ്ങി അഴകിന്റെ ഗജകേസരികൾക്ക് ആരാധകരും ഏറെയാണ്. ആനപ്രേമി സംഘം കൂടി ആയതോടെ വില്ലാളി വീര പരിവേഷത്തോടെയായി ആനകളുടെ വരവ്. അതേസമയം തന്നെ ആനയിടഞ്ഞുണ്ടാകുന്ന മരണങ്ങളും അപകടങ്ങളും തള്ളിക്കളയാനാവില്ല. എഴുന്നള്ളിപ്പുകൾക്കിടയിൽ ആനയിടഞ്ഞുണ്ടാകുന്ന ആക്രമണങ്ങൾ നിസ്സഹായതോടെ നോക്കി നിൽക്കേണ്ടി വരാറുണ്ട്. എന്നിരുന്നാലും ആനയോടുള്ള സ്നേഹത്തിന് ആളുകൾ കുറവ് വരുത്താറില്ല എന്നതാണ് ശ്രദ്ധേയം. എവിടെ ആനയുണ്ടോ അവിടെ ആളുകൾ കൂടും. കാട്ടാനകളുടെ വാഴ്ചയും ഇപ്പോൾ നാട്ടിലാണ്. കാട്ടുകൊമ്പന്മാരും വലിയ രീതിയിൽ തന്നെ ജീവനും സ്വത്തിനും ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് എങ്ങനെ ആനകളെ സംരക്ഷിക്കാമെന്നും പരിപാലിക്കാമെന്നും വിലയിരുത്തേണ്ടത്. ആനസമ്പത്ത് ഇല്ലാതാക്കാനല്ല, നിലനിർത്തുകയാണ് വേണ്ടത്. ആവാസ വ്യവസ്ഥയുടെ നഷ്ടം, ആനക്കൊമ്പിനായുള്ള വേട്ടയാടൽ, മനുഷ്യന് നേരെയുള്ള ആക്രമണങ്ങൾ തുടങ്ങി പല കാരണങ്ങൾ കൊണ്ട് കാട്ടാനകളുടെയും നാട്ടാനകളുടെയും എണ്ണം കുറയുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ആനച്ചന്തം നിലനിൽക്കണമെങ്കിൽ ഇക്കൂട്ടരുടെ സംരക്ഷണത്തിലും പരിപാലനത്തിലും ഒരുപോലെ വ്യക്തത വരുത്തണം. അത് ഓർമ്മിപ്പിക്കുന്ന ദിനം കൂടിയാണ് ആനദിനം. ഗുരുവായൂർ പടിഞ്ഞാറേ നടയിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. ക്ഷേത്രത്തിലേക്കുള്ള നടപ്പുര ആരംഭിക്കുന്നിടത്താണ് പൈപ്പ് പൊട്ടിയത്. സ്ഥിരമായി വെള്ളമൊഴുകി ഈ ഭാഗത്തെ റോഡ് തകർന്ന സ്ഥിതിയാണ്. ദർശനത്തിനെത്തുന്നവരടക്കമുള്ളവർക്ക് പരന്നുകിടക്കുന്ന ചെളിവെള്ളത്തിൽ ചവിട്ടി വേണം നടക്കാൻ. സ്ഥിരമായ വെള്ളക്കെട്ട് മൂലം ഇവിടെയുള്ള വ്യാപാരികളും ദുരിതത്തിലാണ്.
ജല അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം ആരംഭിച്ചാൽ പടിഞ്ഞാറേ നട ചെളിക്കുളമാകുന്നതാണ് ആഴ്ചകളായുള്ള അവസ്ഥ. ഓണത്തിരക്ക് ആരംഭിക്കാനിരിക്കെ എത്രയും വേഗം പൈപ്പ് നന്നാക്കി പ്രശ്നം പരിഹരിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ, കൌൺസിലർ CS സൂരജ്, മണ്ഡലം പ്രസിഡന്റ് OKR മണികണ്ഠൻ, നേതാക്കളായ ബാലൻ വാറനാട്ട്, VS നവനീത്, ശശികുമാർ പട്ടത്താക്കിൽ, VT ഷാജൻ എന്നിവർ സംസാരിച്ചു. എല്ലായിടത്തും പരാതികളുമായി സമീപിച്ചിട്ടുള്ളതാണ്. വളരെ നിഷേധാത്മകമായിട്ടുള്ള ഒരു സമീപനമാണ് ദേവസ്വം ഭരണ സമിതിയുടെ ഭാഗത്തുനിന്നും വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നും PWയുടെ ഭാഗത്തുനിന്നും അടക്കമുള്ള മേധാവികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ഭക്തജനങ്ങൾ അടക്കമുള്ള നാട്ടുകാർ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. എത്രയോ ജലം പാഴായി പോകുന്നതോടൊപ്പം തന്നെ ആ റോഡ് കൂടി വലിയൊരു നാശത്തിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയുമേറെ ഭക്തജനങ്ങളെ ഇത്തരത്തിൽ ദുരിതത്തിലാക്കിയിട്ടാണ് മുന്നോട്ട് പോകാൻ ഭരണാധികാരികൾ തുനിയുന്നതെങ്കിൽ ആ പ്രദേശത്തടക്കം ഞങ്ങൾ പ്രതിഷേധ സമരവുമായി രംഗത്തേക്ക് ഇറങ്ങേണ്ടി വരും. നാടിന്റെ ജനങ്ങളുടെ സുരക്ഷിതത്വവും അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യവും ഭക്തന്മാരുടെ സുരക്ഷിതത്വമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് വളരെ വിനയത്തോടുകൂടി ഈ സന്ദർഭത്തിൽ പറയുകയാണ്. കടവല്ലൂർ പഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ പുതിയ OP കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഫൗസിയ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മം മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയകുമാർ പൂളയ്ക്കൽ, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TS മണികണ്ഠൻ സ്വാഗതവും 4-ാം വാർഡ് മെമ്പർ MK രാജേഷ് നന്ദിയും പറഞ്ഞു. ഓഗസ്റ്റ് 14-ന് ഗുരുവായൂരിൽ ഗുരുവായൂർ ഫെസ്റ്റിന് തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തിരുവനന്തപുരം നാട്യവേദ സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സിന്റെ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഗുരുവായൂർ കേന്ദ്രമാക്കി ക്ലാസിക്കൽ നൃത്തത്തിനായി വിഭാവനം ചെയ്തിരിക്കുന്ന വാർഷികോത്സവമാണ് ഗുരുവായൂർ ഫെസ്റ്റ്. ഓഗസ്റ്റ് 14-ന് ഗുരുവായൂർ ടൗൺ ഹാളിൽ ആരംഭിക്കുന്ന ത്രിദിന ഫെസ്റ്റിവലിൽ പ്രഥമ നാട്യവേദ പുരസ്കാരം നർത്തകി പത്മ സുബ്രഹ്മണ്യത്തിന് സമർപ്പിക്കും. 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ഇന്ത്യയിലെ പ്രശസ്തരായ നൃത്ത സംഗീത പ്രതിഭകൾക്കാണ് എല്ലാ വർഷവും ഗുരുവായൂർ ഫെസ്റ്റിൽ ഈ അവാർഡ് നൽകുക. നൃത്തോത്സവത്തിൽ രാജ്യത്തിനകത്തും പുറത്തുമുള്ള പ്രഗത്ഭരായ മോഹിനിയാട്ട നർത്തകിമാർ ചുവടുവയ്ക്കും. പ്രമുഖർ നയിക്കുന്ന നൃത്തശില്പശാല, സോദാഹരണ പ്രഭാഷണങ്ങൾ, താള അഭിനയ ക്ലാസുകൾ, ചർച്ചകൾ, സംഗീത കച്ചേരികൾ എന്നിവ നടക്കും. ഉദ്ഘാടന സമാപന സമ്മേളനങ്ങളിൽ പ്രമുഖർ പങ്കെടുക്കും. ഖജുരാഹോ, മഹാബലിപുരം തുടങ്ങിയ ഇന്ത്യൻ ഡെസ്റ്റിനേഷൻ നൃത്തോത്സവ ഭൂപടത്തിൽ കേരളത്തിനും ഉചിത സ്ഥാനം ലഭിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഫെസ്റ്റ് നടത്തുന്നതെന്ന് സെക്രട്ടറി സുന്ദർ മേലയിൽ, ഡയറക്ടർ കലാമണ്ഡലം സോണി, ഫെസ്റ്റിവൽ ക്യൂറേറ്റർ വിനോദ് മങ്കര എന്നിവർ പറഞ്ഞു. ചൊവ്വന്നൂർ സെന്റ് തോമസ് കത്തോലിക്ക ദേവാലയത്തിൽ മുൻ വികാരി ഫാദർ ബാബു ചേലപ്പാടൻ അനുസ്മരണ ദിനം ആചരിച്ചു. കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരുന്നു ദിനാചരണം. രാവിലെ 6:30 നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഇടവക വികാരി ഫാദർ തോമസ് ചൂണ്ടൽ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ഒപ്പീസ്, പുഷ്പാർച്ചന എന്നിവയും ഉണ്ടായി. ചൊവ്വന്നൂർ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഫാദർ ബാബു ചേലപ്പാടൻ അനുസ്മരണം പൊതിച്ചോർ വിതരണം നടത്തി. കുന്നംകുളം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ചൊവ്വന്നൂർ പള്ളി വികാരി ഫാദർ തോമസ് ചൂണ്ടൽ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മണികണ്ഠൻ മുഖ്യാതിഥിയായി. കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത ജനറൽ സെക്രട്ടറി KC ഡേവിസ്, ഫൊറോന ഭാരവാഹി ഡോക്ടർ ജോൺസൺ ആളൂർ, ഇടവക കൈക്കാരൻ ഡില്ലൻ മുരിങ്ങാത്തേരി, യൂണിറ്റ് പ്രസിഡന്റ് ഡിൽജോ തരകൻ എന്നിവർ സംസാരിച്ചു. ഫൊറോന ഭാരവാഹി ജോഫി ജോസ്, സെക്രട്ടറി EP ജസ്റ്റിസ്, ടിഒ തോമസ്, ഡെയ്സി ഷാജു, PV ജോജി, PD ഷിജു എന്നിവർ നേതൃത്വം നൽകി. ഹരിത കേരള മിഷൻ ഒരു തൈ നടാം 1 കോടി വൃക്ഷവൽക്കരണ ക്യാമ്പയിൻ ചങ്ങാതിക്ക് ഒരു തൈ എന്ന പദ്ധതിയുടെ വേലൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനം കിരാലൂർ GPM LP സ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഷോബി വൃക്ഷത്തൈ വിദ്യാർത്ഥിനിക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് ഹരിത കേരള മിഷൻ കൺവീനർ വിക്രമൻ മുഖ്യാതിഥിയായി. പ്രധാന അധ്യാപിക സബിത സ്വാഗതവും അധ്യാപിക നിഷ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികൾ പരസ്പരം തൈകൾ കൈമാറി. രാമായണ മാസത്തോടനുബന്ധിച്ച് പുനയൂർ ശ്രീ പാവിട്ടക്കുളങ്ങര ശിവഭദ്ര ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമം നടന്നു. ക്ഷേത്രം മേൽശാന്തി ശരത് നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഔഷധക്കഞ്ഞി വിതരണവും ഉണ്ടായി. ചടങ്ങിൽ SSLC, +2 വിജയികൾക്ക് സമ്മാനദാനവും നടന്നു. ക്ഷേത്രം സെക്രട്ടറി ദയാനന്ദൻ മാമ്പുള്ളി, ജോയിന്റ് സെക്രട്ടറി മോഹനൻ ഈച്ചിത്തറയിൽ, ഭാരവാഹികളായ മുകുന്ദൻ എളയച്ചാട്ടിൽ, അപ്പു പെരുവഴിപ്പുറത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. വിപണി. തൃശൂരിലിനി ഫർണിച്ചർ പൂരം.
ഫർണിച്ചർ ഇന്റീരിയർ രംഗത്ത് സമാനതകളില്ലാത്ത കയ്യൊപ്പ് ചാർത്തിയ ഐഫ ഫർണിച്ചറിന്റെ 39ാമത്തെ ഷോറൂം ചെവ്വൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. ഫർണിച്ചർ വിപണന പാരമ്പര്യവുമായാണ് ഐഫ പ്രയാണം തുടരുന്നത്. 10,000-കണക്കിന് വിശ്വസ്ത ഉപഭോക്താക്കളുടെ അകമഴിഞ്ഞ സപ്പോർട്ടാണ് ഐഫയുടെ മുതൽക്കൂട്ട്. വേറിട്ട കാഴ്ചപ്പാടുകളോടെ ഫർണിച്ചർ വിപണന രംഗത്ത് ആധിപത്യം ഉറപ്പിച്ച ഐഫയുടെ 39ാമത്തെ ഷോറൂമാണ് ചെവ്വൂരിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഐഫ ഫൗണ്ടറും സിഒയുമായ ഫൈസൽ ചീരൻ, അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ, ഐഫ മെന്റർ ചിന്നൻ, പ്രശസ്ത സിനിമാ താരം ഹണി റോസ് എന്നിവർ ചേർന്ന് നാടമുറിച്ച് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. MG യൂണിവേഴ്സിറ്റിയിൽ B.Ed.ൽ 3ാം റാങ്ക് നേടിയ സാന്ദ്ര ഷോബി തൃശൂർ സൈക്ലേഴ്സിനെയും ചടങ്ങിൽ ആദരിച്ചു. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത്, ഐഫ ചെയർമാൻ MP എബി, ഐഫയുടെ വിവിധ സോൺ ഡയറക്ടർമാർ, കേരള വ്യാപാരി വ്യവസായി ഭാരവാഹികളായ ഷോബി ഫ്രാൻസിസ്, AD ജോഷി, സെലിബ്രിറ്റി അവതാരകൻ ഹൈദരാലി തുടങ്ങിയവർ പങ്കെടുത്തു. നൂതന രീതിയിലുള്ള ഫർണിച്ചറിന്റെ വിശാലമായ ഷോറൂമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഹോം ഫർണിച്ചർ, ഇന്റീരിയർ, ലിവിംഗ് ആൻഡ് ഡൈനിംഗ്, മോഡുലർ സൊല്യൂഷൻസ്, ആർക്കിടെക്ചർ, ഹോം ഡെക്കർ, ബെഡ്റൂം എസൻഷ്യൽ, കഫ്റ്റീരിയ ഫർണിച്ചർ തുടങ്ങി വീടുകൾ, ഓഫീസുകൾ, റെസ്റ്റോറന്റുകൾ തുടങ്ങിയവ മനോഹരമാക്കാനുള്ള ഫർണിച്ചർ ലോകം. 2009 ആരംഭിച്ച ഐഫയ്ക്ക് സംസ്ഥാനത്തുടനീളം സ്വന്തമായി 30-ലധികം പ്രൊഡക്ഷൻ ഹൌസുകളുണ്ട്. ഫർണിച്ചർ രംഗത്ത് മുൻനിരയിലുള്ള ഐഫ ഇന്റീരിയർ രംഗത്തും ശ്രദ്ധേയമായ സാന്നിധ്യമായി മാറിക്കഴിഞ്ഞു. ഐഫ ഇന്റീരിയർ ആൻഡ് ഫർണിച്ചർ, താടിക്കാരൻ ബിൽഡിംഗ്, തൃശൂർ റോഡ്, ചെവ്വൂർ. ഫോൺ 7994186488, 7994386488. ചിന്മയ മിഷൻ ഗുരുവായൂർ രാമായണ സത്സംഗം സംഘടിപ്പിച്ചു. അനൂപ് ശാന്തിയുടെ നേതൃത്വത്തിൽ സമൂഹാർച്ചന നടത്തി. രാമായണ പാരായണത്തിന് ഹേമ ടീച്ചർ, പ്രൊഫസർ വിജയൻ മേനോൻ, ശാന്ത കരുണാകരൻ, പ്രൊഫസർ വിനോദിനി, മിനി, ശ്രീദേവി അമ്മ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേച്ചേരിയിൽ അത്യാധുനിക സംവിധാനത്തോടെയുള്ള കരാട്ടെ ആൻഡ് കിക്ക് ബോക്സിംഗ് ട്രെയിനിംഗ് സെന്റർ ഓഗസ്റ്റ് 15 മുതൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് പരിശീലകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ മാറുമ്പോൾ ആരോഗ്യമാണ് യഥാർത്ഥ ലഹരി എന്ന തിരിച്ചറിവ് നൽകുക എന്നതാണ് ആയോധന കലകൾ ലക്ഷ്യം വെക്കുന്നത്. ചൂണ്ടൽ പഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് സ്റ്റാർ ഷോപ്പിംഗ് കോംപ്ലക്സിൽ 2000 ചതുരശ്ര അടിയിൽ സജ്ജമാക്കിയ ട്രെയിനിംഗ് സെന്റർ മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്യും. ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഗായകൻ സലീം കോടത്തൂരും മകൾ ഹന്ന സലീമും മുഖ്യാതിഥികളാകും. ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന അഭ്യാസ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം കുന്നംകുളം സബ് ഇൻസ്പെക്ടർ D. വൈശാഖ് നിർവഹിക്കും. ഹാജി ജമാൽ കോട്ടോൽ ആരോഗ്യമുള്ള ജീവിതത്തിന് ആയോധന കലകളുടെ മഹത്വം എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തും. ജനപ്രതിനിധികൾ, സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ AP ഷാജഹാൻ, ഫാത്തിമ സുഹറ, മാസ്റ്റർ അലി, VA ഫാത്തിമ എന്നിവർ പങ്കെടുത്തു. തിരുമിറ്റക്കോട് ഒഴുവത്രയിൽ യുവതിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ ഒഴുവത്ര സ്വദേശിനി അടിയത്ത് വീട്ടിൽ 45 വയസ്സുള്ള രമണിയാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെയാണ് വീട്ടുമുറ്റത്തെ കിണറിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പരേതനായ രാമൻ നമ്പ്യാർ പങ്കജാക്ഷി ദമ്പതികളുടെ മകളാണ്. യശോദ സഹോദരിയാണ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,250 രൂപ, പവന് 74,000 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 124 രൂപ. ചരമം മങ്ങാട് പാക്കത്ത് ബാലകൃഷ്ണൻ നിര്യാതനായി. 89 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടന്നു. കരിക്കാട് അപ്പാട്ടുവളപ്പിൽ ശ്രീനിവാസൻ നിര്യാതനായി. സംസ്കാരം ബുധനാഴ്ച രാവിലെ 8 മണിക്ക് പാമ്പാടി ഐവർ മഠത്തിൽ നടക്കും. ഭവാനി സഹോദരിയാണ്. കുന്നംകുളം കുറുക്കൻപാറ വലിയ വീട്ടിൽ തോമ മകൻ സണ്ണി നിര്യാതനായി. 54 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻ ഇടവക ദേവാലയ സെമിത്തേരിയിൽ നടന്നു. ഷീജയാണ് ഭാര്യ. സെബിൻ, സ്റ്റെഫി എന്നിവർ മക്കളാണ്. കടപ്പുറം ഞോളി റോഡ് ബസ് സ്റ്റോപ്പിന് വടക്കുവശം നൂറാനിയ പള്ളിക്ക് സമീപം താമസിക്കുന്ന പരേതനായ അബ്ദും മകൾ പണിക്ക് വീട്ടിൽ പാത്തുമ്മു നിര്യാതയായി. 70 വയസ്സായിരുന്നു. ഖബറടക്കം ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് ഉപ്പാപ്പ പള്ളി ഖബർസ്ഥാനിൽ നടക്കും. ദേശീയ തൊഴിലുറപ്പ് തൊഴിലാളിയാണ് പരേതനായ ഷാഹുൽ ഹമീദാണ് ഭർത്താവ്. ഷംന മകളാണ്.
വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. വോട്ടർ പട്ടിക ക്രമക്കേട് സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചും വിവാദം പുകയുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായി ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലേക്ക് വോട്ട് മാറ്റി ചേർത്തത് നിയമവിരുദ്ധവും ക്രിമിനൽ ഗൂഢാലോചനയുമാണെന്ന് ചൂണ്ടിക്കാണിച്ച് കെപിസിസി രാഷ്ട്രീയകാര്യ സമിതി അംഗം ടി.എൻ. പ്രതാപൻ പോലീസിൽ പരാതി നൽകി. കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ബഹളം. ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലെ പഴയ കെട്ടിടം സംബന്ധിച്ച ചർച്ചയാണ് തർക്കത്തിനും ബഹളത്തിനും വഴിയൊരുക്കിയത്. സുഭിക്ഷ ഹോട്ടലുകളിലെ ഉച്ചഭക്ഷണ നിരക്ക് 20 രൂപയായി നിലനിർത്താനും നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ ധനസഹായം നൽകാനും കൌൺസിൽ തീരുമാനം. ഭാര്യ സഹോദരിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കഴിഞ്ഞ ഡിസംബറിൽ ആർത്താറ്റ് സ്വദേശിയായ വീട്ടമ്മയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി മുണ്ടത്തിക്കോട് പുതുരുത്തി പട്ടുകുളങ്ങര കണ്ണനെയാണ് ആര്യമ്പാടം സ്കൂളിനടുത്തുള്ള വനത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സിസിടിവി സീനിയർ റിപ്പോർട്ടർ ഹരി ഇല്ലത്തിനെ ആക്രമിച്ചതുൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പോർക്കുളം സ്വദേശിയെ കാപ്പ നിയമപ്രകാരം ജയിലിലടച്ചു. നെന്മണിക്കര വീട്ടിൽ 28 വയസ്സുള്ള ശ്രീജിത്ത് എന്ന അടുപ്പു ശ്രീജിത്തിനെയാണ് കുന്നംകുളം പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 6 മാസത്തേക്ക് ജയിലിലടച്ചത്. ആഘോഷത്തിന്റെ അലയൊലി അടങ്ങും മുൻപേ പ്രിയപ്പെട്ടവരെ കണ്ണീരിലാഴ്ത്തി പുഷ്പ ഓർമ്മയായി. ഞായറാഴ്ച കാണിപ്പയ്യൂരിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച കൂനമൂച്ചി കൂത്തൂർ ആന്റണിയുടെ ഭാര്യ പുഷ്പയ്ക്ക് നാട് കണ്ണീർ യാത്രാമൊഴിയേകി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.